നിന്റെ കൂട്ടുകാരനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. എന്താണ് ഈ കഞ്ഞിയോട് നിനക്ക് വല്ല മെച്ചം ഉണ്ടാവും ആരും? എടാ ഈ വിചാരിക്കുന്ന പോലെ ഒരു കഞ്ഞിയല്ല അത്. പിന്നെ നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് കുടിക്കുന്ന കഞ്ഞിയല്ല എന്റെ ലക്ഷ്യം. നമ്മൾ വിവിധ തരത്തിലുള്ള കഞ്ഞികൾ ഉണ്ടാക്കാൻ പോണത്. പണ്ടിട്ടോട് ഞാൻ പറഞ്ഞില്ലേ, എടാ നമ്മള് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കും, ഔഷധ കഞ്ഞി ഉണ്ടാക്കും, കർക്കിടക മാസം വരും, പിന്നെ പെരുന്നാൾ കാലം വരുമ്പോ നമ്മള് തരിക്കഞ്ഞി ഉണ്ടാക്കും. ഇങ്ങനെ വ്യത്യസ്തമാണ്. ഇറച്ചി കോഴിക്കഞ്ഞി. കോഴിക്കഞ്ഞി പറഞ്ഞാല് കോഴിയിട്ട കഞ്ഞിയുണ്ട്, കോഴിയിറച്ചി ഇട്ടിട്ട് കഞ്ഞിയാ, പ്രേമം കഞ്ഞിയുണ്ട്. അയ്യോ പ്രേമ കഞ്ഞിയാ. അങ്ങനെ വ്യത്യസ്തമായ കഞ്ഞികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീടുകളിലേക്ക് എത്തിക്കും. ബിസിനസ് തുടങ്ങി പറഞ്ഞു എന്നോട്. ഞാനും അതേനെ. ഞാൻ പറഞ്ഞപ്പോ എന്താ ചോദിച്ചപ്പോ ആൾക്കാർക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം. ഈ തട്ടുകടയിലെ കഞ്ഞി ഉണ്ടാക്കണതും അതിന് പിന്നെ ഒരു സ്ഥാപനം വെക്കാം. ഇത് വീട്ടിലെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊണ്ടാ കൊടുക്കുക, അത്ര വീട് വീടാന്തരം. നിങ്ങൾ പഠിപ്പിച്ചവരൊക്കെ അങ്ങനെ തന്നെ അല്ല? ഞാൻ ചോദിക്കാം. ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ ആരാ? അല്ല അതാ ഒരു വില്ലേജ് ഓഫീസർ ഞാൻ പഠിപ്പിച്ചാണ് ഒരാള്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മൃഗ ഡോക്ടർ ആരാ? ഞാൻ പഠിപ്പിച്ചല്ലേ. കഞ്ഞി കച്ചോടെ. ഹലോ പ്രിയമുള്ള നമ്മുടെ കുണ്ടാങ്കടവ് ഹൈസ്കൂളിലെ 1990 ബാച്ചിലെ 1990 അതെ 90 ബാച്ചിലെ മച്ചാമാരെ മച്ചത്തിമാരെ ഇവിടെ പരിപാടി തുടങ്ങാൻ പോകണം. അപ്പൊ ഇന്നത്തെ സായാഹ്നം ഗംഭീരമാക്കാനുണ്ട്. ഇവിടെ ആരൊക്കെ വന്നേക്കണ നോക്കി മണ്ടു അവരെയൊക്കെ ദീപ്തി, പ്രീതയുടെ മോന്, അനിതയുടെ മോള്, ഏട്ടാവളിയന്മാരെല്ലാം ഉണ്ട്. എല്ലാരും ഹായ് പറഞ്ഞു. ഹായ് ഹായ്. ഇവിടെ എല്ലാരും ഉണ്ട്. ഒരു ഹായ് പറയണ വാ തുറന്ന്. കണ്ട എല്ലാരും കണ്ട എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങള് പരിപാടി ആരംഭിക്കാൻ പോവാണ്. നീ എവിടെയാണ്? എടാ വേഗം സാധനമായിട്ട് വാ, ഇപ്പൊ തുടങ്ങണ്ടേ? എന്താ ഇളനീരും കൊക്കക്കോള ഒന്നും വേണ്ട, പ്രായമായ മാഷന്മാരാണ്. വയസ്സായ മാഷന്മാരാണ്. ഗ്യാസ് കയറിയിട്ട് ഞാൻ അതിന് കൊണ്ടുപോടാൻ നടക്കുക. പച്ചവെള്ളം മതി, കുപ്പിവെള്ളം. നമസ്കാരം നമസ്കാരം. അതൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. ഞാനും മന്മഥനും കൂടിയാണ് എല്ലാ സെറ്റപ്പും ചെയ്തതില്ലേ. ഞാൻ ദുബായില് അവിടെ പുള്ളിക്ക് മിനറൽ വാട്ടറിന്റെ ബിസിനസ് ആണ്. ഭയങ്കര വലിയ ഇത് ഉണ്ടാക്കണ ഇതുണ്ട്. ഞാന് പിന്നെ പുള്ളിക്ക് ആയുർവേദ ഹോസ്പിറ്റലാണ്. ആയുർവേദ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അവിടെ ഞാന് ആയുർവേദം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവര് രണ്ടാളും ഒരു നിലയിലെത്തുന്നു. അതെ, ഈ 1.5 ലക്ഷം രൂപയുടെ ഫോൺ ആയോണ്ടേ. അതെ മന്മതാ, രാത്രി കുറെ വഴിക്കരുത്, ഗുളിയൊക്കെ കഴിച്ച് കിടക്കാനുള്ളതാണ്. അതുപോലെ ചെറുപ്പമല്ല. മാഷന്മാര് രണ്ടുപേരെ എന്റെ വണ്ടിയിലെ ഡ്രൈവറുണ്ട്, കൊണ്ടുവിടും. അത് മതി, അല്ലെങ്കിൽ സുധീർ ഓട്ടോയിലെ കൊണ്ടുവരും. വയ്യ അജണ്ട എങ്ങനെ ഇതിനിപ്പോ അതൊക്കെ വേണോ? അത് നടക്കട്ടെ. മന്മത തുടങ്ങാലോ. സ്വാഗതം പറയട്ടെ. സ്വാഗതം പറയാൻ മണ്ടുവിനെ ക്ഷണിക്കാം. ഞാൻ പറയട്ടെ അതൊക്കെ വൃത്തിയായിട്ട് അതിന്റെ രീതിയിൽ പറയേ. അതെ. അപ്പോ നമ്മുടെ 90 ബാച്ചിന്റെ ഒരിക്കൽ കൂടി സ്കൂൾ മുറ്റത്ത് എന്ന പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഗുരുനാഥന്മാരെത്തിയിട്ടുണ്ട്. പിന്നെ വൈകിക്കണ്ട. സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ കൂടെ പഠിച്ച നമുക്ക് അഭിമാനമായ, കാരണവന്മാരുടെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ട് ഉഗാണ്ടയിൽ പോയി MBBS എടുത്ത് ഡോക്ടറായ മണ്ടോദരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ വരുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. എല്ലാവരുടെയും മുഖം തന്നെ മാറിപ്പോയി അല്ലേ? വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് ഈ ആഗ്രഹം പറയുന്നതാണ്, ഇവിടെ വരണം, എല്ലാവരെയും കാണണം, ഒന്നിച്ചൊന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. പക്ഷേ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് നടന്നില്ല.
സത്യത്തിൽ ഇപ്പോ അത് നടക്കാൻ കാരണക്കാരായത് രണ്ടുപേരാണ്, മന്മും പ്യാരിയും. അവരാണ് സത്യത്തിൽ ഇതിന്റെ ഉത്സാഹ കമ്മിറ്റി. അതിന് ഇവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. ഞങ്ങൾക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയണത്. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ മാഷന്മാരെത്തിയിട്ടുണ്ട്. മാഷ് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് രണ്ടുപേരും കേട്ടോ. നമുക്കപ്പോ സ്വാഗതം പറയാം അല്ലേ? സുഗതം മാഷിന് സ്വാഗതം, സത്യശീല മാഷിന് സ്വാഗതം. പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അപ്പൊ ഈ സമയത്ത് എന്നിൽ നിന്നൊരു പാട്ട് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും അത് വേറെ പാട്ടൊന്നുമല്ല, പണ്ട് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കവിത തന്നെയാണ്. മാഷുമാർക്കും കൂടി ഒരു സന്തോഷം ആയിക്കോട്ടെ. മാഷുമാര് പഠിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഒരു വട്ടം കൂടി എന്നോർമകൾ കൊയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ നെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. പാടിക്കോളൂ പാടിക്കോളൂ, ബാക്കി പാടിക്കോ, കുഴപ്പമില്ല. പാടിക്കോളൂ. പാടിക്കോളൂ. ആ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ആ കുഴപ്പമില്ല, കൈയടിക്കുക. ഒന്നും മറന്നിട്ടില്ല. എവിടുന്ന് MBBS എടുത്തത്? ഇവിടെ പ്രാക്ടീസ് ഉണ്ടോ? അസലായി. അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതിനു മുന്നേ വളരെ ചുരുങ്ങിയ വരികൾ കൊണ്ടാണെങ്കിലും നമ്മളെല്ലാം ബാല്യകാല സ്മരണയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ പ്രിയ കവയത്രി അല്ല ഡോക്ടർ മണ്ടോദരിക്ക് ഒരു നല്ല കൈയടി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒത്തുകൂടലിന് ഒരു സന്ദേശം പറയുക എന്നുള്ളതാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഞാനും പ്യാരിയും കൂടെ ഞങ്ങൾ ദുബായിലിരുന്ന് സായാഹ്നങ്ങളിൽ ബിസിനസ് കഴിഞ്ഞിട്ടുള്ള തിരക്കിനിടയിൽ ഞങ്ങൾ വൈകുന്നേരം ഒത്തുകൂടി ഇത് ആലോചിച്ചിട്ട് ഞങ്ങൾ ദുബായിലാണ് ഈ പരിപാടി ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ വെച്ചത്. പക്ഷേ എല്ലാവരെയും ഞങ്ങൾ കൊണ്ടുപോയി പൈസ ഞങ്ങൾക്കൊരു വിഷയമല്ല. പിന്നെ നമ്മുടെ ഈ മാഷന്മാരുടെ വാർദ്ധക്യവും അവർക്കുള്ള വിമാനയാത്രയും ബുദ്ധിമുട്ടുമൊക്കെ കണക്കിലെടുത്താണ് ഞങ്ങളത് തൽക്കാലം ഇവിടെ തന്നെ ആക്കിയത്. എന്നാൽ അടുത്ത ഒത്തുകൂടൽ നമ്മൾ ദുബായിൽ വെച്ചായിരിക്കും. അത് ഞാൻ ഈ നിമിഷം വാക്ക് തരുന്നു. പിന്നെ ഇവിടെ ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഫുഡ് ബൊഫെ ഒരുപാട് ഐറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാനും പ്യാരിയും കൂടെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാഷന്മാരെ എൻ്റെ വണ്ടിയിലായിരിക്കും വീട്ടിൽ കൊണ്ട് വിടുന്നത്. പിന്നെ ആർക്കെങ്കിലും വണ്ടി ഇല്ലാതുകൊണ്ടേ പറയണം. എൻ്റെ ഡ്രൈവറും വണ്ടിയുണ്ട്, പ്യാരിയുടെ വണ്ടിയും ഡ്രൈവറും ഉണ്ട്. പക്ഷേ ആ നിൽക്കുന്നത് ആരോമൽ എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ, ആ കുറിക്കാരൻ്റെ പുറത്ത്? അതെ, ആരോമൽ അല്ലേ? ആ നല്ല മുടുക്കനായിരുന്നല്ലോ. ഇപ്പം എന്താ ചെയ്യണത്? എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കഞ്ഞി കച്ചവടം. കച്ചവടം? കഞ്ഞി കച്ചവടം. നമ്മുടെ ആ ഒത്തുകൂടലിന് സന്ദേശം നൽകുന്നതിന് മാഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അയ്യോ മാഷല്ല, സുദർശന മാഷ. സുദർശന മാഷല്ല, സത്യശീലൻ മാഷ്. ഞാൻ മാഷിനെ എന്ന് ഓർക്കും, പേര് പെട്ടെന്ന് വന്നില്ല. സത്യശീലൻ മാഷിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. പഴയ വിദ്യാർത്ഥികളൊക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. ഞങ്ങളിപ്പോ കഴിഞ്ഞ ഒരു 2-3 ബാച്ചിന്റെ ഒക്കെ ഇതുപോലുള്ള കൂടിച്ചേരലുകൾ ഉണ്ടായി. അതിലൊക്കെ നമ്മൾ പങ്കെടുത്തല്ലോ അല്ലേ? അവരൊക്കെ കുറെ കൂടെ ഒക്കെ നല്ല രീതിയിൽ പന്തലും ഒക്കെ അലങ്കാരങ്ങളൊക്കെ ചെയ്തിരുന്നു. ഫുഡ് നല്ലതാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളി ഫുഡാ. അവര് ബാനറൊക്കെ കെട്ടിയിട്ടേ
അതൊക്കെ പൈസ waste പൂക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ട് വരും മറ്റേ എന്റെ അപ്പൊ അതൊന്നും ഉണ്ടായില്ല. അല്ല അതൊന്നും കുഴപ്പമില്ല, അതൊന്നല്ലല്ലോ ഇപ്പൊ പ്രധാനം. അതെ അതെ, എല്ലാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി, നന്നായി. പക്ഷെ എൻ്റെ ഇപ്പോ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ മുമ്പിൽ ഇരിക്കുമ്പോ ഞാൻ ചില കാര്യങ്ങൾ ഓർക്കുകയാണ്. അതായത് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഒരുപോലെ മിടുക്കരല്ല. മിടുക്കരായിട്ടുണ്ടായിരുന്ന കുട്ടികളൊക്കെ ജീവിതത്തിൽ അടിപ്പോയി. പക്ഷേ പൊട്ടക്കുട്ടികളുണ്ടായിരുന്നവരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഉയർന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനതാ ഈ മണ്ടൊന്നും ഇപ്പൊ ഒരു ഡോക്ടറാവുന്നൊന്നും നമ്മള് അതാ കണ്ടോ? ഏയ് എന്താ പിളപ്പി. ആരോമൽ ക്ലാസ്സിൽ അസലായിട്ട് പഠിച്ചിരുന്ന ആളാ. എല്ലാ വിഷയത്തിലും നല്ല മാർക്ക്. പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? ഇപ്പൊ ചെയ്യണ പണി എന്താ? കഞ്ഞിക്കച്ചോടാ. ക്ലാസ്സിൽ പൊട്ട മാർക്ക് വാങ്ങിയിരുന്ന ആൾക്കാരായി ഈ രണ്ടെണ്ണം. അപ്പൊ ഹിന്ദിക്കൊക്കെ ഇയാൾക്ക് മന്മഥന് ഹിന്ദിക്ക് എത്രയാ 4 മാർക്ക് 50-ലൊക്കെ. കണക്കിന് എനിക്ക് എത്രയാ 50-ലൊക്കെ 4ഉം 3ഉം ഒക്കെ വാങ്ങിയായിരുന്നു അല്ലേ? 8 കിട്ടിയിട്ടുണ്ട്. 8 മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് മിടുക്കനാ. അപ്പൊ ആ ആൾക്കാരൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് എന്ത് ബിസിനസ് ആണെന്ന് പറഞ്ഞേ? ആയുർവേദ ആശുപത്രിയാണ്. ആയുർവേദ. അത് മതി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ബിസിനസ് ചെയ്യാൻ A+B² ഒന്നും വേണ്ട, ബുദ്ധി മതി. അപ്പൊ എല്ലാവരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ജീവിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. തന്റെ പേരെന്താടോ? ഉണ്ണി. ഉണ്ണി ഉണ്ണി. ഉണ്ണി. തനിക്കെന്താ പരിപാടി ഇപ്പോ? ആരവന്റെ കൂടെയാന്ന് കഞ്ഞിയൊക്കെ കോരും, കൊടുക്കും, കുടിക്കും, അങ്ങനെയൊക്കെ. കഞ്ഞി അതെ. അപ്പൊ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യാം. നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഇപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉയർച്ചയൊന്നും ആവാത്ത ആളുകൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? നോക്കണേ കേട്ടാ. മറ്റത് എന്താണെന്നറിയോ? ഇപ്പോ നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഈ കഞ്ഞി കച്ചവടമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കാണുമ്പോ നമുക്കതൊരു വിഷമാണ്. മാനസികമായിട്ട് ഒരു ഭയങ്കര വിഷമാണ്. അപ്പോ സന്തോഷം വന്നതിലേ സന്തോഷം. എന്തായാലും കാണാനൊരു അവസരം ഉണ്ടായല്ലോ. ആവില്ലേ സന്തോഷം. നമസ്കാരം. ബിസിനസ് ട്രെൻഡ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് സ്റ്റാർട്ടപ്പ് വിജയകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കഞ്ഞിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഫുഡ് ബിസിനസ് ശൃംഖലയുടെ ഉടമയായി മാറി ഇന്ന് ഈ വർഷത്തെ ബിസിനസ് യൂത്ത് ഐക്കൺ അവാർഡ് വരെ എത്തി നിൽക്കുന്ന ശ്രീ ആരോമൽ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം ചെയ്യാം ശ്രീ ആരോമൽ സാറെ ഏറെ സന്തോഷത്തോടെ. നമസ്കാരം. ബിസിനസ് ട്രെൻഡ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് സ്റ്റാർട്ടപ്പ് വിജയകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കഞ്ഞിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഫുഡ് ബിസിനസ് ശൃംഖലയുടെ ഉടമയായി മാറി ഇന്ന് ഈ വർഷത്തെ ബിസിനസ് യൂത്ത് ഐക്കൺ അവാർഡ് വരെ എത്തി നിൽക്കുന്ന ശ്രീ ആരോമൽ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം ചെയ്യാം ശ്രീ ആരോമൽ സാറെ ഏറെ സന്തോഷത്തോടെ. സ്വാഗതം സർ. സർ, വളരെ താഴേക്കിടയിൽ നിന്നും വളർന്നു വന്ന് കഞ്ഞി ബിസിനസ്സിലൂടെ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഫുഡ് ബിസിനസ് ശൃംഖലയിൽ എത്തി നിൽക്കുമ്പോൾ ഈ വർഷത്തെ ബിസിനസ് യൂത്ത് ഐക്കൺ അവാർഡ് വാങ്ങിക്കുമ്പോൾ എന്താണ് സാറിന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്? എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ദൈവത്തോട് നന്ദിയുണ്ട്. പറഞ്ഞ പോലെ ഞാനൊരു ശരാശരി കുടുംബത്തിലാണ് ജനിച്ചത്. ഒറ്റ മകനായിരുന്നു. കോളേജ് പഠനം കഴിഞ്ഞപ്പം ഒരു സർക്കാർ ജോലി കിട്ടണം എന്നുള്ള മോഹമായിട്ട് ഒരുപാട് എക്സാമുകളെ ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതിയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. പിന്നീട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്ന മോഹമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കഞ്ഞി ബിസിനസ് ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്ന് തീരുമാനിച്ചത്. വ്യത്യസ്തമായൊരു. അതെ. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ എതിരുന്നത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ സ്കൂളിലൊരു കഞ്ഞി വെക്കുന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ പലരും കഞ്ഞിരാഘവൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ ആ വിളിപ്പേര് എനിക്കും കിട്ടി. കൂട്ടുകാരും എന്നെ കഞ്ഞി ആരോമൽ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ എന്തോ എനിക്ക് ആ ജോലിയിൽ ഒരുപാട് പ്രതീക്ഷ തോന്നി. കഞ്ഞി ബിസിനസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു.
ഈ ബിസിനസിന്റെ ആദ്യകാലത്ത് എൻ്റെ കൂടെ നിന്ന എൻ്റെ 2 ഉറ്റ സുഹൃത്തുക്കളുണ്ട്, ഉണ്ണിയും പണ്ഡിറ്റും. അവർ നിന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴും പാർട്ട്നേഴ്സായി കൂടെ അതെ, തന്നെ കൂടെ ഉണ്ട്. അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നത്. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ആശുപത്രികളിൽ കഴിയുന്നവർക്കൊക്കെ കഞ്ഞി എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ചെറിയൊരു തുടക്കം. പിന്നീട് അത് നന്നായിട്ട് പോയപ്പോൾ കഞ്ഞിയിൽ നിന്ന് ഞങ്ങൾ മറ്റു ഫുഡിലേക്കും കിടന്നു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ഞങ്ങളുടെ ഫുഡൊക്കെ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ലോകം മുഴുവൻ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എത്താൻ തുടങ്ങി. എൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് ആ ബ്രാൻഡ് നെയിം ഉണ്ടായത്. ആരോമിൽ നിന്നും ആരോ. വരും തലമുറയ്ക്ക് ഒരു റോൾ മോഡൽ തന്നെയാണ് ആരോമൽ സാർ. ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള യുവതലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, അതിൻ്റെതായ വിലയുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കണം. വിദ്യാഭ്യാസം ഒന്നിൻ്റെയും മാനദണ്ഡമല്ല. ഞാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു പൊസിഷനിൽ എത്തിയത്. എനിക്ക് പറയാനുള്ളത്, ശ്രമിക്കണം. ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടേക്കാം, പക്ഷെ ശ്രമിക്കാൻ പരാജയപ്പെട്ടു.